മാർക്കറ്റ് ഓൾറെഡി 4 hours സപ്ലൈ എന്ന് ചെറിയ റിജക്ഷൻ കാണിച്ചു. വീണ്ടും ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. 1 hourൻ്റെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു സോണിൽ 64,200 ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ അടുത്തൊരു ബിറ്റ്കോയിൻ്റെ ഒരു ട്രേഡ് ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഇവിടെ എത്തിയാൽ എന്ത് ചെയ്യും, ആയിട്ട് ഇവിടുന്ന് മുകളിലേക്കായിരിക്കും ട്രേഡ് നോക്കുന്നത്. ഓൾറെഡി നമ്മുടെ വ്യൂ ഷോർട്ട് ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള ട്രേഡ്സുകൾ അല്ലെങ്കിൽ ഈ പുൾ ബാക്ക് ട്രേഡ്സുകൾ ഓൾറെഡി നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ട് ഈ താഴത്തേക്ക് ട്രേഡ്സ് നമ്മൾ ഓൾറെഡി നോക്കുന്നില്ല. പകരം ഇവിടെ ഈ ഒരു സോണിൽ കിട്ടിയാൽ മാർക്കറ്റ് എക്സായിട്ട് നമ്മൾ മുകളിലേക്ക് ഒരു ബൈങ് ട്രേഡ് നോക്കുന്നതാണ്. നമ്മൾ ഓൾറെഡി സൊലാനോ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ കാണുന്നത് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ്. നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് രാവിലെ ഓൾറെഡി ഞങ്ങളുടെ ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ട്രേഡ്സ് എടുത്തു. ഈ ഒരു മൊമെൻറ്റ് ഓൾറെഡി ക്യാച്ച് ചെയ്തു. 75.3 ഓൾറെഡി ഞങ്ങളിത് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹായ് ഓൾ, ട്രേഡ് മാക്സ് അക്കാദമിയുടെ ക്രിപ്റ്റോയുടെ പുതിയൊരു മാർക്കറ്റ് അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്രിപ്റ്റോയുടെ മാർക്കറ്റ് അനാലിസിസ് ഓൾറെഡി നോക്കാം. നമ്മൾ ഇന്നലെ ഓൾറെഡി പറഞ്ഞിരുന്നു ബിറ്റ്കോയിൻ ഓൾറെഡി 4 hours സപ്ലൈ സോൺ അടുത്താണ് നിൽക്കുന്നത്. മാർക്കറ്റിൻ്റെ അവിടുത്തെ റിയാക്ഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ഇന്നത്തെ ട്രേഡ് പ്ലാൻ ചെയ്യുന്ന ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ പുതിയ ട്രേഡ് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബിറ്റ്കോയിനിൽ നമ്മുടെ അടുത്തൊരു വ്യൂ ഇതാണ്. മാർക്കറ്റ് ഓൾറെഡി 4 hours സപ്ലൈ എന്ന് ചെറിയ റിജക്ഷൻ കാണിച്ചു. വീണ്ടും ഒരു പുൾ ബാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഈ ഒരു സോണിൽ മാർക്കറ്റിൽ 1 hourൻ്റെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു സോണിൽ 64,200 ഏകദേശം ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ അടുത്തൊരു ബിറ്റ്കോയിൻ്റെ ഒരു ട്രേഡ് ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഇവിടെ എത്തിയാൽ എന്ത് ചെയ്യും, ഈ 4 hours സപ്ലൈ ബ്രേക്ക് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓൾറെഡി ഇതിന് മുകളിലേക്ക് ടാർഗറ്റ് വേണമെങ്കിൽ ട്രാക്ക് ചെയ്ത് വെക്കാം. തൽക്കാലം നമ്മളിപ്പോൾ നിലവിൽ വെച്ചിരിക്കുന്നത് 1:3 ഈ റേഞ്ചിലാണ്. 4 hours സപ്ലൈ സോൺ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ ഓൾറെഡി ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ വ്യൂ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യും എന്ന് തന്നെയാണ്. അപ്പം ഈ ഒരു 4 hour സപ്ലൈ എന്നുള്ള ഈ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് നമ്മളോട് പ്രതീക്ഷിക്കുന്നത്. മാർക്കറ്റ് ഈ ഒരു സോണിൽ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും, ആയിട്ട് ഇവിടുന്ന് മുകളിലേക്കായിരിക്കും ട്രേഡ് നോക്കുന്നത്. ഓൾറെഡി നമ്മുടെ വ്യൂ ഷോർട്ട് ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ താഴത്തേക്കുള്ള ട്രേഡ്സുകൾ അല്ലെങ്കിൽ ഈ പുൾ ബാക്ക് ട്രേഡ്സുകൾ ഓൾറെഡി നമ്മൾ ചെയ്യാറില്ല. അതുകൊണ്ട് ഈ താഴത്തേക്ക് ട്രേഡ്സ് നമ്മൾ ഓൾറെഡി നോക്കുന്നില്ല. പകരം ഇവിടെ ഈ ഒരു സോണിൽ കിട്ടിയാൽ മാർക്കറ്റ് എക്സായിട്ട് നമ്മൾ മുകളിലേക്ക് ഒരു ബൈങ് ട്രേഡ് നോക്കുന്നതാണ്. ഈ സെയിം സിനാരിയോ തന്നെയാണ് നമുക്ക് എതേറിയത്തിലും സൊലാനയിലും കിട്ടിയിരിക്കുന്നത്. നമ്മൾ എതേറിയത്തിൽ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് മാർക്കറ്റിൻ്റെ ഒരു ബേസാണ്. എതേറിയത്തിൽ മാർക്കറ്റിൻ്റെ ഒരു ബേസാണ് ഈ കാണുന്നത്. 1731 റേഞ്ചിൽ ഓൾറെഡി നമുക്കിത് കിട്ടിയാൽ, ഓൾറെഡി ഈ ഒരു റേഞ്ചിലേക്ക് നമുക്ക് ട്രേഡ്സ് കിട്ടിയാൽ നമ്മൾ ഈ ഒരു ഹൈ നമുക്ക് ഇപ്പം നിലവിലുണ്ടാക്കുന്ന ഈ ഒരു ഹൈ ടാർഗറ്റ് ചെയ്യാമെന്നാണ്. നിങ്ങളോട് നോക്കിയാൽ കാണാൻ സാധിക്കും. മാർക്കറ്റ് ഇമ്പൾസീവായിട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. തിരിച്ച് താഴത്തേക്ക് കളക്റ്റീവായിട്ടാണ് ഓടി വരുന്നത്. അതുകൊണ്ട് തന്നെ എക്സായിട്ട് നമുക്ക് ഇവിടെ ഈ ട്രേഡ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ എത്തിയാൽ എക്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യേകിച്ച് മറ്റ് ന്യൂസുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റിലൊരു ബുള്ളിഷ് എടുത്ത് ഇവിടെ നിന്ന് നോക്കാം. അതുപോലെ തന്നെ സൊലാന SOLUSTയിലും സെയിം ക്രൈറ്റീരിയ തന്നെയാണ്. നമ്മൾ നോക്കി കാണാൻ സാധിക്കും. ഇത് മാർക്കറ്റിൻ്റെ സൊലാനയിൽ ഒരു ബേസാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് 71 റേഞ്ചിൽ കിട്ടിയ ഒരു ബൈയിങ് സോണാണ്. ഓൾറെഡി ഇന്ന് നമ്മൾ ഓൾറെഡി സൊലാനോ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ കാണുന്നത് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ്. നമ്മൾ ഇതിനെ ബേസ് ചെയ്ത് രാവിലെ ഓൾറെഡി ഞങ്ങളുടെ ട്രേഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ട്രേഡ്സ് എടുത്തു. ഈ ഒരു മൊമെൻറ്റ് ഓൾറെഡി ക്യാച്ച് ചെയ്തു. 75.3 ഓൾറെഡി ഞങ്ങളിത് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡ്സ് പക്ഷേ കമ്മ്യൂണിറ്റി നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു എക്സാക്റ്റ് ട്രേഡ് സെറ്റപ്പിലല്ല, ഇത് പ്രൈസ് ആക്ഷനെ ബേസ് ചെയ്തെടുത്ത ട്രേഡ്സാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഓൾറെഡി കമ്മ്യൂണിറ്റിയിൽ അപ്ഡേറ്റ് ചെയ്ത ട്രേഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ട്രേഡാണ്. മാർക്കറ്റ് 71 റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് മാർക്കറ്റിൻ്റെ ബേസാണ്. ഈ ബേസിൽ നിന്ന് മുകളിലേക്ക് ട്രേഡ്സാണ് നമ്മൾ നിലവിൽ ഓൾറെഡി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ നമ്മൾ ഈ ഒരു 3 ട്രേഡ്സാണ് നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാൻ വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് എങ്ങനെയാണ് ഇവിടെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. ഓൾറെഡി മാർക്കറ്റ് ഇവിടെ നമ്മൾ ഈ പറഞ്ഞ സോണിലേക്ക് എത്തുമോ അതോ ഇവിടുത്തെ ലിക്വിഡിറ്റി ഓൾറെഡി 67,000 ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ട് തിരിച്ചു പോകുമോ എന്നുള്ള ഡൗട്ട്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ 67,000 ലിക്വിഡിറ്റി ടേക്ക് തിരിച്ചു പോയാൽ നമ്മൾ ഇവിടുന്ന് ഒരു നല്ലൊരു ഏരിയ മാർക്കറ്റിന് ശേഷം അവിടുന്ന് ട്രേഡ്സ് നോക്കുന്നതായിരിക്കും. നിലവിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ട്രേഡ്സാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് എങ്ങനെയാണ് ഈ ഏരിയ റെസ്പെക്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഡേയിൽ ഈ ട്രേഡ്സ് ഒരു ടാർജറ്റ് ആണോ അല്ലെങ്കിൽ ടാപ്പ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ SL ആണോ എന്നുള്ളത് നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഡേയിൽ വീണ്ടും കാണാം. ബൈ ഓൾ.